DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓഗസ്റ്റ് മാസത്തിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട 4 ബാങ്കിംഗ് അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഓഗസ്റ്റ് 5 മുതൽ ഇനി ബാങ്കിൽ പോകുന്നവരെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, ബാങ്കുകൾ വഴിയോ ധനകാര്യ സ്ഥാപനങ്ങൾ വഴിയോ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ പണം നൽകുന്നയാളുടെയും സ്വീകരിക്കുന്നയാളുടെയും KYC വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്താൻ റിസർവ് ബാങ്കിന്റെ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇതു സംബന്ധിച്ച് RBI വിശദമായ മാർഗരേഖ പുറത്തിറക്കി. പണം കൈമാറ്റത്തിനുള്ള സൗകര്യങ്ങൾ തട്ടിപ്പുകാർ വ്യാപകമായി ഉപയോഗിക്കുന്നത് തടയുക ലക്ഷ്യമിട്ടാണ് പുതിയ മാർഗനിർദ്ദേശം. വിവിധ ബാങ്കിംഗ് സേവനങ്ങൾ ഓൺലൈൻ തട്ടിപ്പ് വഴി ലഭിച്ച പണം കൈമാറുന്നതിന് രാജ്യവ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങിയ സാഹചര്യത്തിലാണ് റിസർവ് ബാങ്ക് KYC നിബന്ധനകൾ കടുപ്പിക്കുന്നത്. ഏത് ബാങ്കിലാണോ പണമടയ്ക്കുന്നത് ആ ബാങ്ക് പണമയക്കുന്ന ആളുടെയും സ്വീകരിക്കുന്ന ആളുടെയും പേരും വിലാസവും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ സൂക്ഷിക്കണമെന്ന് RBI നിർദ്ദേശിച്ചിട്ടുണ്ട്. ഓരോ ഇടപാടുകളും OTP പോലുള്ള അധിക സുരക്ഷാ സംവിധാനം ഉപയോഗിച്ച് ഉറപ്പാക്കണം. നേരത്തെ അക്കൗണ്ട് ഇല്ലാത്തവർക്കും ബാങ്കിൽ നേരിട്ടെത്തി 5000 രൂപ വരെ അയക്കാമായിരുന്നു. മാസം പരമാവധി 25000 രൂപ വരെയാണ് അയക്കാനാകുക. എന്നാൽ പുതിയ ചട്ടമനുസരിച്ച് ബാങ്കുകളും പണം അയക്കുന്നതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള ബാങ്കുകളുടെ ബിസിനസ് കറസ്പോണ്ടന്റ്മാരും പണം അയക്കുന്നയാളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തി സൂക്ഷിക്കേണ്ടതാണ്. OTP വഴി സ്വീകരിക്കുന്ന മൊബൈൽ നമ്പറും സ്വയം സാക്ഷ്യപ്പെടുത്തിയ അംഗീകൃത ഔദ്യോഗിക രേഖയും ഉപയോഗിച്ചാണ് വിവരങ്ങൾ ശേഖരിക്കേണ്ടത്. മാത്രമല്ല NEFT, IMPS ഇടപാട് സന്ദേശങ്ങളിൽ പണമയക്കുന്ന ആളുകളുടെ വിവരങ്ങൾ ബാങ്കുകൾ ഉൾപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട്. ഇത് പണമായുള്ള കൈമാറ്റമാണെങ്കിൽ അക്കാര്യവും രേഖപ്പെടുത്തണം. 2024 നവംബർ 1 മുതലാണ് ഇത് നടപ്പാക്കേണ്ടതെന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, വായ്പാ വിതരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയും 10 ലക്ഷത്തിന് മുകളിലുള്ള വായ്പകൾക്ക് പുതിയ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയും സഹകരണ ഭേദഗതി നിയമത്തിന്റെ ചട്ടം സർക്കാർ പുറത്തിറക്കി. 10 ലക്ഷത്തിന് മുകളിലുള്ള വായ്പകളിൽ ബാങ്ക് ജീവനക്കാർക്ക് പകരം 5 അംഗ സമിതിയാകും ഇനി ആസ്തിയുടെ മൂല്യനിർണ്ണയം നടത്തുക. ഇവരുടെ പ്രതിഫലം ഉൾപ്പെടെയുള്ള ചിലവുകൾ വായ്പ എടുക്കുന്നയാൾ വഹിക്കണം. വായ്പ ലഭിക്കുവാനുള്ള ദൈർഘ്യവും വർദ്ധിക്കും. വായ്പക്കാരന്റെ തിരിച്ചടവ് ശേഷി കൂടി ഉറപ്പാക്കുന്നതിനാൽ സ്ഥിര വരുമാനക്കാരല്ലാത്തവർക്ക് ഇനി സഹകരണ വായ്പ ലഭിക്കുന്നതിന് ബുദ്ധിമുട്ടാകും. പ്രതിസന്ധിയിലായ സംഘങ്ങളെ രക്ഷിക്കാനും നിക്ഷേപകർക്ക് പണം തിരികെ നൽകാനുമുള്ള പ്രത്യേക സ്കീം നടപ്പാക്കാനും ചട്ടം പുറത്തിറക്കിയതോടെ വഴിയൊരുങ്ങി. സംസ്ഥാനത്ത് 274 സംഘങ്ങളിലായി 500 കോടിയോളം രൂപയാണ് ഇങ്ങനെ നിക്ഷേപകർക്ക് തിരിച്ചു കിട്ടാനുള്ളത്. 2023 നിയമസഭ പാസാക്കിയ നിയമം നടപ്പാക്കേണ്ടതിന്റെ മാർഗനിർദ്ദേശങ്ങളടക്കമുള്ള കരട് ചട്ടമാണ് ഇന്നലെ പുറത്തിറക്കിയത്. ജീവനക്കാരുടെ ബന്ധുക്കൾക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള വിലക്ക് കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട്. റവന്യൂ വകുപ്പിൽ നിന്ന് വിരമിച്ച ഡെപ്യൂട്ടി തഹസിൽദാർ, രജിസ്ട്രേഷൻ വകുപ്പിൽ നിന്ന് വിരമിച്ച സബ് രജിസ്ട്രാർ എന്നീ തസ്തികയിൽ കുറയാത്ത ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട 5 അംഗ കമ്മിറ്റിയായിരിക്കണം ആസ്തികളുടെ മൂല്യനിർണ്ണയം നടത്തേണ്ടത്. വായ്പ നൽകുന്ന വസ്തുവിൽ കെട്ടിടമുണ്ടെങ്കിൽ പൊതുമരാമത്ത് വകുപ്പിൽ നിന്നോ തദ്ദേശ സ്ഥാപനത്തിൽ നിന്നോ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റാങ്കിൽ കുറയാത്തവർ മൂല്യനിർണ്ണയം നടത്തണം. അടുത്ത അറിയിപ്പ്, തട്ടിപ്പുകളുടെ പശ്ചാത്തലത്തിൽ ആധാർ അധിഷ്ഠിത പേയ്മെന്റ് സംവിധാനത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനായി റിസർവ് ബാങ്ക് കരട് മാർഗരേഖ പ്രസിദ്ധീകരിച്ചു. കഴിഞ്ഞ ദിവസം കേന്ദ്രം പാർലമെന്റിൽ വച്ച കണക്കനുസരിച്ച് ഏകദേശം 29,000 തട്ടിപ്പുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടന്നത്. കരടിന്മേലുള്ള അഭിപ്രായങ്ങൾ തേടിയ ശേഷമാകും മാർഗരേഖ അന്തിമമാക്കുക. ATM ലഭ്യതയില്ലാത്ത സ്ഥലങ്ങളിൽ മൈക്രോ ATMകൾ വഴി പണം പിൻവലിക്കാനും കൈമാറ്റം ചെയ്യുവാനും AEPS സംവിധാനം ഉപകരിക്കും. ആധാർ നമ്പറും ബയോമെട്രിക് ഡേറ്റയും ഉപയോഗിച്ചാണ് ഇടപാടുകൾ. AEPS ബയോമെട്രിക് സേവനം ബാങ്കുകൾക്ക് ലഭ്യമാക്കുന്ന ഓപ്പറേറ്റർമാരുടെ പരിശോധന കൃത്യമായി നടത്തണമെന്നാണ് പ്രധാന കരട് നിർദ്ദേശം. ഒരു ഓപ്പറേറ്റർ 6 മാസത്തിനിടയ്ക്ക് ഒരിടപാട് പോലും നടത്തിയിട്ടില്ലെങ്കിൽ ബാങ്കുകൾ വീണ്ടും KYC പരിശോധന നടത്തണം. ഒരു ഓപ്പറേറ്റർ ഒരു ബാങ്കിന് വേണ്ടി മാത്രമേ പ്രവർത്തിക്കാവൂ. ഇവരുടെ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ച് ഇടപാട് പരിധി നിശ്ചയിക്കണം. ഓപ്പറേറ്ററെ നിരന്തരം നിരീക്ഷിക്കണമെന്നും RBI സർക്കുലറിൽ പറയുന്നു. നിലവിൽ ഡിജിറ്റൽ പണമിടപാടുകളുടെ വെരിഫിക്കേഷൻ ആവശ്യത്തിനായി SMS വഴിയുള്ള OTP ആണ് ഏറ്റവും അധികം പ്രചാരത്തിലുള്ളത്. SMS വഴിയുള്ള OTPക്ക് പകരം വാട്സ്ആപ്പ്, ഇമെയിൽ വഴിയുള്ള OTP, ഒതന്റിക്കേഷൻ ആപ്പ്, പാസ് കീ, സെക്യൂരിറ്റി കീ, ബയോമെട്രിക് അടക്കമുള്ള സുരക്ഷാ രീതികളും നിലവിലുണ്ട്. ഇവ കൂടി ഡിജിറ്റൽ പേയ്മെന്റുകൾക്ക് ബാധകമാക്കാനായി RBI കരട് ചട്ടക്കൂട് തയ്യാറാക്കി. അടുത്ത അറിയിപ്പ്, ഭാവിയിലേക്ക് സ്വരുക്കൂട്ടി വയ്ക്കുന്ന സ്വഭാവമുള്ളവരാണ് പൊതുവെ മലയാളികൾ. ഇതിനായി ബാങ്കുകളിലെ സ്ഥിര നിക്ഷേപങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ഇപ്പോഴത്തെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പുതിയ സ്ഥിര നിക്ഷേപ പദ്ധതിയുമായി എത്തിയിരിക്കുകയാണ്. അമൃത് വൃഷ്ടി എന്ന പേരിട്ടിരിക്കുന്ന ഈ പദ്ധതി ജൂലൈ 15 മുതൽ പ്രാബല്യത്തിൽ വന്നു. 444 ദിവസത്തേക്ക് പ്രതിവർഷം 7.25% പലിശ വാഗ്ദാനം ചെയ്യുന്ന നിക്ഷേപ പദ്ധതിയാണിത്. മുതിർന്ന പൗരന്മാർക്ക് പ്രതിവർഷം 7.75% പലിശ ലഭിക്കും. ഈ നിക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിൽ വായ്പ എടുക്കുവാനുള്ള സൗകര്യം ലഭ്യമാക്കിയിട്ടുണ്ട്. ബാങ്കിന്റെ
ശാഖകൾ, ഇന്റർനെറ്റ് ബാങ്കിംഗ്, യോനോ ചാനലുകൾ എന്നിവ വഴി ഈ സ്ഥിര നിക്ഷേപ പദ്ധതിയിൽ നിങ്ങൾക്ക് ചേരാവുന്നതാണ്. ഇന്ത്യയിൽ നിന്നുള്ള ഉപഭോക്താക്കൾക്കും പ്രവാസികൾക്കും പദ്ധതിയുടെ ഭാഗമാകാൻ അവസരം ലഭിക്കും. 2024 ജൂലൈ 15 മുതൽ 2025 മാർച്ച് 31 വരെ പദ്ധതി ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. റിക്കവറിംഗ് ഡെപ്പോസിറ്റ്, ടാക്സ് സേവിംഗ് ഡെപ്പോസിറ്റ്, ആന്വിറ്റി ഡെപ്പോസിറ്റ്, മൾട്ടി ഓപ്ഷൻ ഡെപ്പോസിറ്റ് എന്നിവ ഇതിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. കാലാവധി എത്തുന്നതിന് മുൻപ് നിക്ഷേപം പിൻവലിച്ചാൽ ബാങ്ക് പിഴ ഈടാക്കുന്നതായിരിക്കും. 5 ലക്ഷം വരെയുള്ള റീറ്റെയിൽ ടൈം ഡെപ്പോസിറ്റുകളുടെ പിഴ 0.50% തന്നെയായിരിക്കും. 5 ലക്ഷം രൂപയിൽ കൂടുതലും എന്നാൽ 3 കോടിക്ക് താഴെയുമുള്ള നിക്ഷേപങ്ങൾ കാലാവധി എത്തുന്നതിന് മുൻപ് പിൻവലിച്ചാൽ 1% പിഴയെന്നും റിപ്പോർട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക.